നാടൻ റെസിപ്പിയാണേ. നമുക്കിന്ന് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന കാച്ചിൽ പറിച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ നമുക്ക് കാച്ചിൽ കളച്ചെടുക്കാം. ഈ ആയിട്ടാണ് കാച്ചിൽ ഉണ്ടാവുക. ഇതിൻ്റെ ഇലയൊക്കെ ഉണങ്ങി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതോ ഇതും അതിൻ്റെ കായാണ്. ഇത് യൂസ് ചെയ്യും. ഇത് ചെറുതെങ്ങാനുമാണ്. വലിയ കാര്യം അങ്ങനെ ഉണ്ടാവും. ചേനയുടെ ഒരു ടൈപ്പ്. അപ്പോൾ നമ്മൾ കളിച്ചെടുത്ത കാച്ചിലെല്ലാം എടുത്തിട്ട് ഞാൻ കഴുകാൻ കൊണ്ടുപോവേനേ. കാരണം അതിൽ നിറച്ച് മണ്ണായിരിക്കും നമ്മളിപ്പോൾ കളിച്ചെടുത്തല്ലേ. അപ്പോൾ 1-2 വെള്ളത്തിൽ ഞാനത് കഴുകിയെടുക്കുന്നുണ്ടേ. പണ്ടൊക്കെ ഇത് കുറേ ഉണ്ടാവും വളപ്പിലെല്ലാം, എല്ലാവരും വളപ്പിലുണ്ടാവും. പക്ഷെ ഇപ്പം വളരെ കുറവാണ്. ഒന്നാമത് നമ്മുടെ നാട്ടിൽ ഭയങ്കര പന്നി ശല്യമാണ്. അപ്പോൾ ഒന്നും നട്ടാലും ഉണ്ടാവില്ല. അപ്പോൾ കാച്ചിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, 2 കളറ്. ഒന്ന് വയലറ്റ് കളറും ഒന്ന് ഇതുപോലെ വൈറ്റ് കളറും. അപ്പോൾ ഇത് ഇങ്ങനെ വൈറ്റാണേ, മറ്റേത് ഇല്ല. ഈ പറഞ്ഞ പോലെ പന്നി ശല്യം ഉള്ളതുകൊണ്ട് ഒന്നും ഇപ്പോൾ ഇല്ല കിട്ടാൻ. പിന്നെ വീട്ടിൽ നിറച്ചും പൂച്ചയാണ്. അപ്പോൾ നമ്മൾ ഈ കത്തി എടുക്കുമ്പോൾ അവർ മീൻ കട്ട് ചെയ്യുന്നതാണെന്ന് വെച്ചിട്ട് ഓടി ഓടി വരും. അതെപ്പോഴും ഈ പൂച്ചേൻ്റെ സൗണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു പശപ്പശപ്പ് ഉണ്ടാവും, നമ്മൾ ഈ ചേനയെല്ലാം കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല അതുപോലെ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് വീണ്ടും ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. നമ്മൾ കിഴങ്ങെല്ലാം പുഴുങ്ങിയെടുക്കില്ല, അതുപോലെ തന്നെ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് എപ്പം ചമ്മന്തി ഉണ്ടാക്കുക, കാന്താരി ചമ്മന്തി. കാന്താരിയും ചെറിയ ഉള്ളിയും കുറച്ച് വെളിച്ചെണ്ണ ഉപ്പെല്ലാം ഇട്ടിട്ട് ചതച്ചിട്ട്. പക്ഷേ ഇന്ന് വീട്ടിൽ ചിക്കൻ കറി ആയതുകൊണ്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നില്ല. പകരം കുറച്ച് കാന്താരിയെല്ലാം പറിച്ചിട്ട് അത് ചതച്ചിട്ട് ഞാൻ അതിലേക്ക് തന്നെ ഇട്ട് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ കാന്താരി വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചിങ്ങനെ പറിച്ചെടുത്ത് എന്നിട്ട് നമ്മളെ അമ്മിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ. എന്നിട്ട് ആ ചതച്ച കാന്താരിയും അതുപോലെ കുറച്ച് തേങ്ങയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്താൽ നല്ല കാച്ചിൽ പുഴുങ്ങിയത് റെഡിയായി. അപ്പോൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്നും കളയാൻ പാടില്ല കേട്ടോ. അത്രയും ഹെൽത്തി സാധനമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല. പണ്ടൊന്നും ഇതൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഇപ്പോൾ ഇതൊക്കെ കിട്ടാനൊരാഗ്രഹം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.